പിന്നെ ഇപ്പോൾ BJP സംബന്ധിച്ചിടത്തോളം BJPയുടെ JP നദ്ദ പീരീഡ് കഴിഞ്ഞല്ലോ. അപ്പോൾ ആഗസ്റ്റ് 15 അത് വരുമെന്ന് പറയുന്നു. പിന്നെ നാഷണൽ ജനറൽ സെക്രട്ടറിമാർ വരുമെന്ന് പറയുന്നു. അതിൽ അണ്ണാമലയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള. അതോടനുബന്ധിച്ച് ഇത് വരുമായിരിക്കും. കാരണം ഇപ്പോൾ പിന്നെ ഗവർണർമാരെയൊക്കെ ഇപ്പോൾ മാറ്റിയല്ലോ. അപ്പോൾ എന്തായാലും BJPക്കകത്ത് ഇത് വരുമായിരിക്കും. അപ്പോൾ എന്തായാലും വൈസ് പ്രസിഡന്റ് ആവാനുള്ള എല്ലാ സാധ്യതയാണ് കാണുന്നത്. പിന്നെ ശ്രീധരൻപിള്ളയുടെ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ പേരും ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പഴയ ഗവർണർ, ഇവിടുത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പേരും കറങ്ങുന്നുണ്ട്. എന്തായാലും 3 മലയാളിക്ക് സന്തോഷിക്കാം. നമ്മളിവിടെ ഉണ്ടായിരുന്ന ആളുകളും അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളും എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് ആവുകയാണെങ്കിൽ അതൊരു ആദ്യത്തെ സംഭവമല്ലേ. കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു വൈസ് പ്രസിഡന്റ് കിട്ടുക, പ്രസിഡന്റ് കിട്ടുകയായിരുന്നാലാണ്, എന്നാലും വൈസ് പ്രസിഡന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. എന്തായാലും ചിലപ്പോൾ ആയിക്കൂടാന്നില്ല. ആവട്ടെ, ആളുകൾ അവരുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസിനകത്ത് വന്ന് എല്ലാം നേടിയില്ലെന്ന് ചോദിച്ചാൽ 4 പ്രാവശ്യം MP ആയി. പിന്നെ ഒരു പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോഴും പുള്ളിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് പല വിഷയങ്ങളിൽപ്പെട്ട് വേറെ വിഷയങ്ങളിൽപ്പെട്ട് വീണുപോയി. പക്ഷേ കോൺഗ്രസ് കുറച്ചുകൂടി പുള്ളിയെ പ്രയോജനപ്പെടുത്തണമായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു കഴിവൊക്കെ ഉള്ള ആളല്ലേ. അപ്പോൾ അതും അവിടെ നടന്നില്ല. ഇപ്പോൾ അദ്ദേഹം AICC പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് തോക്കുമ്പോൾ എന്ത് ചെയ്യണം? AICCയുടെ വൈസ് പ്രസിഡൻറ്റോ ആ രീതിയിലൊക്കെ വലിയൊരു പൊസിഷന് കൊടുക്കണ്ടേ. അപ്പോൾ അതൊന്നും കൊടുത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പറയാൻ പറ്റില്ല. കാരണം ഇത് 2 സ്ട്രീമാണുള്ളത്. ഒന്ന് ഈ പരമ്പരാഗത ആളുകൾ വരുന്നൊരു സ്ട്രീമുണ്ട്. പിന്നെ ഇതുപോലെ വരുന്ന അക്കാഡമിഷ്യന്മാർ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ. ഇപ്പോൾ അവരെ നമ്മൾ കുറ്റം പറയരുത്. കാരണം അവർ വേറെ മേഖലയിൽ നിന്ന് വരുന്നതല്ലേ, ഒരു എക്സ്പീരിയൻസ്ഡ് മേഖലയിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് കോൺഗ്രസ് പലപ്പോഴും അതിൽ പരാജയപ്പെടുന്നുണ്ട്.